പകല് ചിന്തിച്ച വേദഭാഗം നമുക്കറിയാമല്ലോ. ഒന്നുകൂടെ വായിച്ചു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് മൈക്കിൽ കൂടെ വായിച്ചാട്ടെ. അത് കേൾക്കണമെങ്കിൽ മൈക്കിൽ കൂടെ വായിക്കണം. ചെവിയുള്ളവൻ എന്നാലേ കേൾക്കോളൂ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ കേട്ടു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ. എന്നാലും ഓളിയില്ലല്ലോ മോനെ. മൈക്ക് എന്തോ പറ്റി. തൊമ്മനായമ്പ ജാണ്ട് മുറുകുന്നെന്ന് പറഞ്ഞ പോലെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്തോത്രം. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആർക്കാ കൊടുക്കുന്നേ? ജയിക്കുന്നവൻ. നിത്യമായോർ വാസസ്ഥലം എനിക്കുണ്ടു സ്വർഗത്തിൽ. നിത്യമായോർ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപറുദീസയിൽ. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപറുദീസയിൽ. അപ്പൊ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ളതായ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്തോത്രം. അപ്പനും അമ്മയും അത് തിന്നാതാ അവിടുന്ന് പോകുന്നത്. സ്തോത്രം. അത് കൊടുക്കും. അവർക്കല്ല, ജയിക്കുന്നവൻ. അപ്പോൾ ഇത് എഫെസോസ് സഭയോടുള്ള ദൂത്. നമ്മൾ ആ ഭാഗം ചിന്തിച്ചല്ലോ. എഫെസോസ് സഭയോടുള്ള ദൂത. അപ്പൊ ഓരോ സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ആ ദൂതിന് പൊതുവായ തത്വമുണ്ട്. എന്തുവാ നമ്മൾ ചിന്തിച്ച പൊതുവായ തത്വം? ഒന്ന്, സഭയ്ക്കൊന്ന് പരിചയപ്പെടുത്തും. പിന്നെ രണ്ട്, അഭിനന്ദിക്കുന്നു. പിന്നെ മൂന്ന്, ആക്ഷേപിച്ചു. പിന്നെ മുന്നറിയിപ്പ് കൊടുത്തു. ഒടുവിൽ പ്രതിഫലം. അപ്പൊ ഒന്ന്, പരിചയപ്പെടുത്തല്. രണ്ട്, അഭിനന്ദനം. മൂന്ന്, ആക്ഷേപം. നാല്, പ്രബോധനം. അഞ്ച്, മുന്നറിയിപ്പ്. ആറ്, വിവേചനം. ഏഴ്, പ്രതിഫലം. ഇങ്ങനെ 7 പൊതു തത്വങ്ങളാണ് നമ്മൾ പകൽ ചിന്തിച്ചല്ലോ. ഇതെല്ലാം എഫെസോസ് സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് അറിയിച്ചു. അങ്ങനെയുള്ള സഭയോട് പറയാണ്, ജയിക്കണം. ജയിക്കുന്നവനാ ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുന്ന ദൈവത്തിന്റെ മകൻ. എന്തിനെയൊക്കെ ജയിക്കണം? 7 കൂട്ടം കാര്യം ജയിക്കണം. ഈ വെളിപ്പാട് പുസ്തകം തന്നെ 7കളുടെ പുസ്തകമല്ലേ? അതെ. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ധാരാളം 7കളെ പറ്റി പുസ്തകത്തെ പറയുന്നുണ്ട്. ഏതൊക്കെയാ? 7 സഭകൾ, 7 സഭ, 7 നിലവിളക്ക്, 7 നക്ഷത്രം, ഉറക്കെ പറ, 7 ക്രോധകലശം, പിന്നെ 7 കാഹളം, 7 സഭ പറഞ്ഞ 7 ഇടികൾ, 5 എണ്ണമായി. പിന്നെ സഭ പറയുന്നത് സമയമില്ല. അപ്പോൾ 7 നിലവിളക്ക്, 7 സഭകൾ, 7 നക്ഷത്രം, 7 ക്രോധകലശം, 7 ദൈവാത്മാക്കൾ, 7 ദീപങ്ങൾ,
7 ഇടികൾ, 7 ക്രോലകലശങ്ങൾ, 7 കാഹളങ്ങൾ, 7 മുദ്രകൾ, 7 തലകൾ, 7 മലകൾ, 7 ആത്മാക്കൾ, ഇങ്ങനെ 7 നീണ്ട പട്ടിക വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അപ്പം 7 എന്നൊരു കണക്ക്, അത് നല്ലൊരു കണക്കാ. 7 ആയതുകൊണ്ട് ഞാനും 7 വിഷയം ജയിക്കാനുള്ളതാ പറയുന്നത്. ഞാനിവിടെ അങ്ങോട്ട് 7 വെച്ചേക്കാം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവർക്കാ കൊടുക്കുന്നത്. അപ്പൊ എന്തിനെയൊക്കെ ജയിക്കണം? ഈ വാക്യത്തോട് ബന്ധപ്പെട്ട്, സഭയോട് ബന്ധപ്പെട്ട് 7 കാര്യം ജയിച്ചോണം ദൈവമക്കൾ. ദൈവമക്കൾ 7 കാര്യം അല്ല ജയിക്കേണ്ടത്. എല്ലാത്തിലും ജയമുള്ളവരായിരിക്കണം. എന്നാൽ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് 7 കാര്യം ജയിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം പകല് നമ്മൾ ചിന്തിച്ചതാ, അതുകൊണ്ട് ഇനി അത് വിശദീകരിക്കുന്നില്ല. ഒന്ന്, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് പരീക്ഷിച്ച് അവരുടെ കെണിയിലും കുരുക്കിലും അകപ്പെടാതെ നീ ജയിച്ചോണം. വാക്യം ഒന്നുകൂടെ വായിച്ചോ. 2-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യമായിര്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇതറിയുന്നുണ്ട്. കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിക്കണം. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. അപ്പൊ അവരുടെ കെണിയിലും കുരുക്കിനകത്ത് ഞാൻ അകപ്പെടരുത്. സ്തോത്രം, സ്തോത്രം. എടുത്ത് പാടാൻ വയ്യ. ഷിബുപാസിന്റെ തൊണ്ടയടഞ്ഞു പോയില്ലേ, കയറി പിടിക്കും പുള്ളി. ഇന്നിപ്പം എനിക്ക് തൊണ്ടയടഞ്ഞു. മച്ചം പിന്നെ ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ പാടുക എന്ന് ഓർക്കും. എന്നാലും പുള്ളി സഹകരിക്കുന്നുണ്ട്. അല്ല, സഹകരിക്കുന്നുണ്ടല്ലോ, വലിയ കാര്യമല്ലേ. എനിക്ക് എടുത്ത് പാടാൻ വയ്യ. സൈമൺ സാറിന്റെ ഒരു പാട്ടുണ്ട്. കള്ളയപ്പോസ്തലർ വെള്ളവേഷം തരി, കള്ളയപ്പോസ്തലർ വെള്ളവേഷം തരി, ഉള്ളൊരു കാലം അത്. പാടാൻ വയ്യ, എടുത്ത് പാടാൻ വയ്യ. കാന്തേ നീ കേൾക്ക കാമിനി മൗല എന്ന തൻവല്ലങ്കരമതിൽ താരകളേഴു, തൻവല്ലങ്കരമതിൽ താരകളേഴു, തൻവല്ലങ്കരമതിൽ താരകളേഴു താങ്ങിക്കൊണ്ടണിഞ്ഞോ തങ്കവിളക്കുകൾ നടുവിൽ തങ്കും നനിയും കാന്തേ നീ കേൾക്ക കാമിനി മൗലേ, കാന്തേ നീ കേൾക്ക കാമിനി മൗലേ. കള്ളയപ്പോസ്തലർ വെള്ളവേഷം ധരിച്ച്, കള്ളയപ്പോസ്തലർ വെള്ളവേഷം ധരിച്ചുള്ളൊരു കാലമതിൽ. അപ്പൊ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ കള്ളയപ്പോസ്തലന്മാർ ഇതുപോലെ വെള്ളവേഷം ധരിക്കും. ഞാനിത് പാടിയപ്പോ നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചല്ലേ? എനിക്ക് വിരോധമില്ലല്ലോ. ഇപ്പം ചെല്ലു പറയാ, പുള്ളിയുടെ കാര്യം തന്നെ പുള്ളി പാടുന്നത്. ആയിക്കോട്ടെ. പകലത്തെ ഉദാഹരണം എൻ്റെ പള്ളത്ത് മദാമയുടെ കാര്യം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം. വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയുന്നത്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇവരെ പരീക്ഷിച്ചു. പരീക്ഷിക്കാൻ സമയമെടുക്കും, പെട്ടെന്നൊന്നും പിടികിട്ടുകയല്ല അല്ലേ? സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഉടനെ പരീക്ഷയാണോ? ഓ, ഒരു വർഷം പഠിക്കണം. അഡ്മിഷൻ കിട്ടി ഉടനെ പരീക്ഷയാണോ? ചിലപ്പോ 1 മാസം കഴിഞ്ഞ് ഈ ചെറിയ ചെറിയ പരീക്ഷ ഇടും. പണ്ടൊക്കെ പറഞ്ഞത് ഓണപരീക്ഷ, ക്രിസ്തുമസ് പരീക്ഷ, പിന്നെ ഒടുവിലത്തെ പറഞ്ഞത് വലിയ പരീക്ഷ. അങ്ങനെ പറയുന്നത് പണ്ട്.
ഓണപ്പരീക്ഷയും ക്രിസ്തുമസ് പരീക്ഷയും വലിയ പരീക്ഷ 1 കൊല്ലം എടുക്കും. പരീക്ഷിക്കണം. പരീക്ഷിച്ച് അവരെ കണ്ട് നീ പിടിച്ചു. അപ്പോൾ ഒരു ദൈവ പൈതൽ കള്ളയപ്പോസ്തലന്മാരുടെ കെണിയിൽ ചെന്ന് പെടരുത്. സ്തോത്രം. കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിച്ചോണം. ജയിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളെ പറ്റി പുസ്തകത്തിൽ ധാരാളം ഭാഗത്തുണ്ട്. ആരായി അപ്പോസ്തോലൻ? മത്തായിച്ച് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ചോദിച്ചു അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു സഹോദരൻ പറഞ്ഞു അപ്പോൾ സ്ഥലം വാങ്ങുന്നവനാണ് അപ്പോസ്തലൻ. അപ്പോൾ സ്ഥലം വാങ്ങി പുള്ളി ദേശത്തെ അപ്പോസ്തലനായി. അപ്പോസ്തോലൻ അയക്കപ്പെട്ടവൻ. അതൊക്കെ ഷാജു സി ജോസഫ് ചില വെള്ളിയാഴ്ച വരും. പുള്ളി അതിനെപ്പറ്റി ഗ്രീക്കും ഗീബറും ഒക്കെ ചേർത്ത് നന്നായിട്ട് പറയും. എനിക്കത് അറിയത്തില്ല. സ്തോത്രം. അത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഒരു രാത്രി മുഴുവൻ മിശിഹാതം വരാൻ പ്രാർത്ഥിച്ചു. ഒരു രാത്രി മുഴുവൻ. എന്തെന്നല്ല മാതൃകയാ. നമ്മൾ അന്ത്യക്കിച്ച് പോലെ ചെന്നേരം ഇരിക്കുന്നില്ല. പിന്നെ ആ രാത്രി മുഴുവൻ പിന്നെ ഉപവാസം ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങോട്ട് പോകാനാ കോടുവായി. സ്തോത്രം. ഒരു രാത്രി മുഴുവൻ മിശിഹാതം വരാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം 12 പേരെ തിരഞ്ഞെടുത്തു. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുവാനും തിരുവചനം പ്രസംഗിപ്പാനും 12 പേരെ അവിടുന്ന് തെരഞ്ഞെടുത്തു. യേശു ക്രിസ്തു തെരഞ്ഞെടുത്തത് അപ്പോസ്തലൻ. സ്തോത്രം. അപ്പോൾ അവരെ അയക്കുക. പോകുവീൻ. ചെന്നായ്ക്കയുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക. ചെന്ന കുഞ്ഞാടിനെടുക്ക ലോക്യത്തിനാണോ വരുന്നേ? ചെന്നായി എന്നാ ഉണ്ട് വിശേഷം? ഇവിടെ പുല്ലുണ്ടല്ലയോ? ശീമക്കൊന്ന കിട്ടുമോ? അങ്ങനാണോ ചെന്നാ വരുന്നേ? പതിയിരിക്കുക നിന്റെ മേൽ ചാടി വീഴാൻ. നീ അപ്പം ചെയ്യേണ്ട കാര്യം മാതൃക യേശുവ, കുഞ്ഞാടിനെ പോലെ. ഷിയാപ്രവാചകൻ പറഞ്ഞിരിക്കുന്ന രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ബഹുവചനമാ. രോമം കത്തിരിക്കുന്നവരുടെ. രോമം കത്തിരിക്കുന്നവൻ. എനിക്ക് ഡൗട്ട് ഉണ്ട്. നോക്കിയൊന്ന് ക്ലിയർ. എല്ലാവരുടെ കയറി കത്തിരിക്കാതെ ഒരാൾ കത്തിരിക്കുക. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന. രോമം കത്തിരിക്കുന്നവരുടെ ബഹുവചനമാ. രോമം കത്തിരിക്കുന്നവരുടെ. അപ്പൊ വട്ടം നിൽക്കുക കത്തിരിക്കയായിട്ട് കണ്ടിക്കാൻ. അങ്ങനെ നിൽക്കും. കണ്ടിക്കാൻ നിൽക്കും വട്ടം. അന്നേരം എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാ മിണ്ടാതിരുന്നോണം. സ്തോത്രം. സ്തോത്രം. അന്നാത്തും കയ്യപ്പാവും ഹെരോദു വന്നു നിന്നെ. അന്നാത്തും കയ്യപ്പാവും ഹെരോദു വന്നു നിന്നെ. നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ. നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ. മറുത്തതില്ലതെല്ലും റോമാ ഗവർണർ മുമ്പിലും. ആ മറുത്തതില്ലതല്ലോ റോമാ ഗവർണർ മുമ്പിലും. ശ്രദ്ധിച്ചേ. അന്നാസും കയ്യപ്പാവും അമ്മായിയപ്പനും അനന്തരവനും കൂടെ അവരെ എല്ലാം കൂടെ ചട്ടം കൂട്ടി എന്തെല്ലാം ആവശ്യമില്ലാത്ത വർത്താനാ പറഞ്ഞേ. മൂപ്പില്ല. ഒന്നും വേണ്ടിയില്ല. മറത്തില്ല. റോമാ ഗവർണറിന്റെ മുമ്പിലും നമ്മുടെ മാതൃക അതാ. ചിലർ വേണേ പറയാം ഞാനൊന്ന് മരിച്ചാൽ ഉയർത്ത് വരട്ടെ, അതിന് ഞാൻ പിടി കൂടിക്കോളാം. ഇപ്പം മരിക്കാൻ വന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും 21 ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും 22 ആകട്ടെ. 21 മിണ്ടരുത്, 22 മിണ്ടരുത്, 30 മിണ്ടരുത്,
അടുത്ത മാസവും മിണ്ടരുത്, ഈ വർഷവും മിണ്ടരുത്, ആയുസിൽ പറയരുത്. അത്രേ ഉള്ളൂ. സ്തോത്രം. ഒരക്ഷരം എതിർ പറഞ്ഞില്ല യേശു. നമ്മുടെ മാതൃക യേശുവാ. സ്തോത്രം. നമ്മുടെ മാതൃക അവിടുന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ചെന്നായിക്കടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അഴുകിയ. ചിലപ്പം പിച്ചി ചീന്തും, ചാടി വീഴും, കടിച്ചു കൊടയും, ചിലപ്പോ കടിച്ചോണ്ട് അങ്ങ് കാട്ടിലോട്ട് പോകും. മിണ്ടരുത്. മിണ്ടരുത്. ആരോടാ പറയാന്ന്? ഇവിടെ വന്ന് അറുകാല് തുള്ളിപ്പോലെ തുള്ളിയച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് കൊടുവാളെടുക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് നിനക്ക് എന്നെ അറിയത്തില്ല, ഞാൻ നിന്നെ വിട്ടുവന്നു. ആര് പറഞ്ഞു? ആരാ ഷീനു പറഞ്ഞേ? അല്ല, ആരാ പറഞ്ഞ വിട്ടുവന്ന്? ആരെ വിട്ടുവന്ന് ആര് പറഞ്ഞു? ഇപ്പൊ പറയാൻ എനിക്ക് അറിയണം. എന്നെ വിട്ടുവന്നാണോ? എന്നെയോ? എന്നെ വിട്ടുവന്നോ? നല്ല കാര്യം. ഒത്തിരി നാളായി ഒരു വെട്ടുകൊണ്ടിട്ട്. പടലിക്കാന്നെ നേരത്തെ പറയണ ഷാള് മാറ്റി കൊടുക്കണം അല്ലേ? സ്തോത്രം. എതിർക്കുന്നത് നമ്മുടെ മാതൃകയല്ല. ഉടക്കുക എതിർക്കാൻ ചെയ്യുമ്പോൾ തന്നെ പ്യായി നടത്തുക. നീ കയറി കൊമ്പ് കോർക്ക് മോർത്തോണ്ട് നിന്നെ മുതുപിശാജ് നിന്നെ മറത കൊണ്ട് കണക്കുക. ആനമറത. മൗനമായിട്ടിരുന്നോ? സ്തോത്രം. ഇവിടെ ഈ വചനമൊക്കെ കേൾക്കുമ്പോ ഇത് അതിനുള്ള ബോധമൊന്നുമില്ലേ? അതോ ഒരു രസത്തിന് വന്നിരിക്കുകയാണോ? ഒത്തിരി നാളായ ഒരു യോഗം കൂടിയിട്ട് ജോഷുവായിട്ട് പണ്ട് ഞാൻ അങ്ങാണ്ടൊക്കെ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് മിക്ക ദിവസവും ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞ് ഇന്ന് എവിടാ പപ്പ പോകുന്നത്? ഞാൻ പറഞ്ഞ് ശവടെ കൊണ്ട്. എൻ്റെ പപ്പ, ഞാൻ ഒത്തിരി നാളായി ഒരു ഡെഡ് ബോഡി കണ്ടിട്ട്. ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതാ. ജോഷ പറഞ്ഞു, ഞാൻ ഒത്തിരി നാളായി ഒരു ഡെഡ് ബോഡി. സ്തോത്രം. മറുപടി പറയരുത്, എതിർക്കരുത്, ആരോട് കയ്പായിട്ടിരിക്കരുത്. ഈ കയ്പും പകയും കുശുമ്പും കുന്നായ്മയും വെച്ചുകൂടി എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ല. മനസ്സിലായോ? ഇവിടെ കിടന്ന് അലറാന്നല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഈ അനുഗ്രഹിക്കുന്ന നാവ് കൊണ്ട് അങ്ങനെയാ നമുക്ക് വേറെ പറയാൻ വരുന്നേ? ദൈവമേ ഷിനുവിനെ അനുഗ്രഹിക്കണം, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദൈവമേ അവനെ എനിക്കൊക്കത്തില്ല, ഒക്കത്തില്ല. ശിവപാസനെ അനുഗ്രഹിക്കണേ. അവിടെ പുള്ളിയില്ലാത്തപ്പോ ഞാനോ ഇവനെ പോലൊരു എന്നെ കൊണ്ടൊക്കത്തില്ല. അത് ശരിയല്ല. ഒരു ഉറവയിൽ നിന്ന് എങ്ങനെയാ കയ്പും മധുരവും വരുന്നേ? സ്തോത്രം. അപ്പൊ ഒരു ഉറവയിൽ നിന്ന് രണ്ടും വരുന്ന നീ ക്ലിയർ അല്ല. നീയാ ക്ലിയർ അല്ലാത്തത്, അവനല്ല. നമ്മളെന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയാനേ? സ്തോത്രം. 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 ഈ വചനമെല്ലാം കേൾക്കുകയല്ലേ? അതോ രസത്തിന് വന്നിരിക്കുകയാണോ? അതോ നേരം പോക്കിന് വന്നിരിക്കുകയാണോ? ഞാൻ ഒരാളുടെ കാര്യമല്ല, എന്നെയും കൂടെ പ്രതിയാക്കി മൊത്തം കാര്യമായി പറയാനേ. സന്ധ്യയ്ക്ക് എന്നെ ഒരു ദൈവദാസൻ വിളിച്ച് പറഞ്ഞു, ഒരാഴ്ചത്തെ വചനപഠനവും ക്ലാസ്സും കേട്ട് ഞാൻ ഭയത്തോട് ഇരിക്കുകയാണ്. ഞാൻ ഒത്തിരി തീരുമാനമെടുത്ത് പ്രതിഷ്ഠ ചെയ്തു. ദൂരെ ഇരിക്കുന്നവര് എന്നാലും അടുത്തിരുന്ന് ഡയറക്റ്റ് കേൾക്കുക. എന്തിനിങ്ങനെ കേൾക്കുന്നു? സ്തോത്രം. കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണ്ടേ? സ്തോത്രം. എതിർക്കരുത്, മറുപടി പറയരുത്, മൗനമായിട്ടിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാതൃക ക്രിസ്തുവേശുവാ. വേശ്യാപുത്രൻ എന്ന് വിളിച്ചു. ഞാൻ എന്നാ തെളിയിച്ചിട്ടേ ഉള്ളൂ. യേശു പോയില്ല. യേശുവിനെ അറിയാമല്ലോ വേശ്യാപുത്രൻ അല്ലെന്ന്.
യേശുവിനെ ആദ്യം നിനക്ക് നിന്നെ പറ്റി ഒരു ബോധ്യം വേണം. നീ ആരാ, നീ എങ്ങനാ? ആദ്യം നമുക്ക് നമ്മെ പറ്റി ഒരു ബോധ്യം വേണ്ടേ? ഞാൻ എവിടുത്തുകാരനാ, ഞാൻ ആരാ? യേശുക്രിസ്തുവിന് അറിയാമല്ലോ വേശ്യാപുത്രൻ അല്ലെന്ന്. അപ്പൊ കർത്താവ് ചെന്ന് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അണയ്ക്കുമ്പോ ഭൂതമുണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ഭൂതമുണ്ട്. ഒന്നും മിണ്ടിയില്ല. ഭൂതമുണ്ടെന്ന് നീ ഇറക്കി വെച്ച് പോയാൽ മതി, നിന്നെ വിടുകയല്ലെന്ന് യേശു പറഞ്ഞോ? ഒന്നും വേണ്ടി. കർത്താവിന് അറിയാമല്ലോ ഭൂതം ഇല്ലെന്ന്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും അറിയാവില്ല ഭൂതം ഇല്ലെന്ന്. ഒരിക്കൽ പറഞ്ഞു, നീ ഭൂതങ്ങളുടെ തലവനാകുന്ന ബെയൽസെബൂലിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എന്നിട്ടും വേണ്ടിയില്ലല്ലോ. കർത്താവിനെതിരെ ഞാൻ എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരിവിടെ പറഞ്ഞ് അതിന് മറുപടി പോയാൽ ദൈവം അയച്ച കാര്യം ചെയ്യാനൊക്കത്തില്ല. പിന്നെ അതിന്റെ മറുപടി പറഞ്ഞു. എന്തിനാ? സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, മൗനമായിട്ടിരിക്കുന്നിടത്ത് മൗനമായിട്ടിരുന്നു. ദൈവത്തിന് മഹത്വം. നമ്മുടെ മാതൃക, നമ്മൾ അനുഗമിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞു, എന്നും പറയുന്നു, എപ്പോഴും പറഞ്ഞു, നമ്മുടെ ഇതിനകം ക്ലിയർ ആകണം. ഇതിനകത്തോട്ട് വിദ്വേഷവും പകയും വൈരാഗ്യവും മറ്റു കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. അത് ഞാനാന്നേലും നിങ്ങളാന്നേലും ആരാന്നേലും പാടില്ല. സ്തോത്രം. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണകോ. പൂർണ്ണഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണകോ. പാതി മനസ്സോട്ടേക്കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ. പാതി മനസ്സോട്ടേക്കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ. പാതി മനസ്സ് കൊണ്ടൊക്കത്തില്ല, പൂർണ്ണ മനസ്സായിരിക്കണം. സ്തോത്രം. പൂർണ്ണമായും അങ്ങനെ പൂർണ്ണ മനസ്സും പൂർണ്ണാത്മാവിലും. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ, പാതി മനസ്സോടെ കേൾക്കുകയല്ല. പണ്ട് എനിക്കൊന്ന് ആരാ ഒരു ശ്ലോകം എഴുതിയല്ലോ, മറന്നുപോയി, ആരാന്ന് ഞാൻ. ചിത്തം താനത 15 അറിഞ്ഞിട്ടിർത്തം കൃഷി ആഗ്യാകിര ഉദ്യോഗിച്ചു വിദഗ്ധനാ ഖഗവരനോടോദിനാൻ. പണ്ട് പഠിച്ചതല്ലേ, സ്കൂളിൽ എവിടെയോ പഠിച്ചതാ. അയ്യോ, എനിക്ക് ഉണ്ണായിവാരുടെ നളചരിതമാണോ എന്നൊരു ഡൗട്ടുണ്ട്. ചിത്തം താനത 15 അറിഞ്ഞിട്ടിർത്തം കൃഷി ആഗ്യാകിര ഉദ്യോഗിച്ചു വിദഗ്ധനാ ഖഗവരൻ വൈദർഭിയോട് ഊജിനാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടു, നിങ്ങൾ പഠിച്ചതാ. ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ? ആട്ടെ, ഇപ്പോഴേലും കേട്ടല്ലോ. ചിത്തം താനത 15 അവൻ അറിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചിത്തം താനത 15 അവൻ അറിഞ്ഞിട്ടിർത്തം കൃഷ്യാങ്കിര. ചിത്തം താനത 15 അറിഞ്ഞെന്ന്. ചിത്തം എന്ന് പറഞ്ഞ മനസ്സ്, 15 എന്ന് പറഞ്ഞ 15 കൂടോ? 15 പകുതി. 10ന്റെ പകുതി ഏതാ? 5 എന്ന് പറഞ്ഞ മനസ്സിന്റെ പകുതി അറിഞ്ഞെന്ന്. ദൈവത്തെ സേവിക്കേണ്ട പകുതിയിലല്ല, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണയാത്മാവിൽ. അതുകൊണ്ട് അപ്പോസ്തലിക ശുശ്രൂഷ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു തെരഞ്ഞെടുത്തവരെ അയച്ചു. പൊക്കോളാൻ പറഞ്ഞു, പേടിക്കൊന്നും ചെയ്യണ്ട. സ്തോത്രം. ഈ അപ്പോസ്തലൻ ഉപദേശപരമായ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് എഫെസോസിൽ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും
കേട്ടിട്ടില്ല. എന്നാ തമ്പേറിഞ്ഞോട്ട് എടുത്തോന്നാണോ പറഞ്ഞേ? അല്ലല്ല, സ്നാനം ഏതായിരുന്നു? അതാ ചോദിച്ചത്. സ്നാനം ഏതാ? അവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് തിട്ടപ്പെടുത്തി ഒടുവിൽ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാം കൂടെ ഒരു 12ഓളം പുരുഷന്മാർ. അങ്ങനെ സഭ ആരംഭിക്കുന്നത് കണ്ടോ? അപ്പൊ ഉപദേശപരമായ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അപ്പോസ്തലൻ അത് കൈകാര്യം ചെയ്ത് പരിഹരിച്ചു കൊടുത്തു. അതാ അപ്പോസ്തലൻ. സഭയിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ആദിമസഭയിൽ രണ്ടു പക്ഷം, യവനായ പക്ഷോ എബ്രായ പക്ഷോ പെണ്ണുങ്ങളാ. അങ്ങനെ എഴുതിയേക്കുന്നത്. യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും. വായിച്ചേ 6:1 അപ്പോസ്തല പ്രവൃത്തി. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. സ്ത്രീയുടെ വിഷയമാണ്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ സഹോദരിമാരെ അവരോട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ ജാതികളാ. എബ്രായ ഭാഷക്കാർ യഹൂദജനമാ. ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് സഭയ്ക്കകത്ത് ആളുണ്ട്. യഹൂദ ജനത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നു, യവനായ ഭാഗത്തിൽ നിന്നും. യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതികളാ. പിന്നുള്ളത് ദൈവസഭയാ. അതെ, സംശയമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെ പറ. യഹൂദനൊഴികെ തിരുവചന പ്രകാരമാ. യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതികളാ. പിന്നെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ് ദൈവസഭ. അത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആമേൻ. കാലാകാലങ്ങളിൽ കർത്താവിനാൽ അവൻ വിളിക്കപ്പെട്ട്, കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടല്ലോ, പല ജാതിയിലും പല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിറത്തിലും നിലവാരത്തിലും ജീവിച്ചവർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിലെടുത്ത് രക്ഷിക്കപ്പെട്ട് വന്നവരുടെ കൂട്ടം. അതാ തിരുസഭ. ഈ 3 ഗ്രൂപ്പ് അല്ലാതെ വേറൊന്നും ഇപ്പൊ ലോകത്തിലില്ല തിരുവചന പ്രകാരം. അപ്പോൾ യവനായ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവര് സഭയ്ക്കകത്ത് വന്നു. യഹൂദജാതിയുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് സഭയ്ക്കകത്ത് വന്നു. അപ്പം വിധവമാര് കണ്ടമാനം. ഈ കോഴഞ്ചേരിക്കടുത്ത് കണ്ടിരുന്ന വിധവ കോളനി. പണ്ട് ഞാൻ ദാനിയേൽ മാത്തിന്റെ കൂടെ പോയതാ. പിന്നോട് പറഞ്ഞു നമ്മളൊരു കോളനിയിലാണ്. സ്ഥലം എവിടാന്ന് ഞാൻ ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പാ. ശരി, പാസ് വല്ലതും കണ്ടു. എവിടാ അത്? ആ ഭാഗത്താ. എന്നെ പോലെ ആ ഭാഗത്താണെന്നറിയാൻ കൃത്യം അറിയാൻ മേല. ഞങ്ങൾ രണ്ടും ആ ഭാഗത്തൂടെ പോയിട്ടുണ്ട്. ഞാൻ ദാനിയേൽ മാത്തി എന്നെ കൊണ്ടുപോയത്. അപ്പൊ എന്നോട് പറഞ്ഞു നമ്മളൊരു സ്ഥലത്തോട്ട്. അപ്പൊ ഞാൻ എവിടെ? അല്ല, സ്ഥലത്തിന് പറഞ്ഞ വിധവ കോളനി എന്നാ. ഞാൻ ചോദിച്ചു അതിന് 48 വിധവമാരുണ്ടെന്ന്. അന്ന് 48 അന്ന് കോളനി. അപ്പൊ ഇവിടെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ വിധവമാരെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. സ്തോത്രം. ഒരു ചെറിയ പിറുപിറുപ്പും തർക്കവും വാദവും സഭയ്ക്കകത്തെ. കുറച്ചു നാളായത് തുടങ്ങിയിട്ട് ഈ പിറുപിറുപ്പും തർക്കവും വാദമൊക്കെ. പീറ്റർ ഇത് അറിയുന്നൊന്നുമില്ല. പീറ്റർ അറിയുന്നില്ല, യാക്കോബ് അറിയുന്നില്ല. സ്തോത്രം. ഒടുവിൽ പ്രശ്നം രൂക്ഷമായി. പ്രശ്നം കാരണം ഇത് എന്നും വിഷയമല്ലേ, എന്നും വിഷയമാണ്. ഒന്നേ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരുമ്പോൾ മുറ്റത്ത് നിന്ന് വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അതല്ലെങ്കിൽ പറയും നമുക്കിനി തിരിച്ചങ്ങോട്ട് പോകുമ്പം ബാക്കി കൈകാര്യം ചെയ്യാം. എന്തായാലും വിഷയമാണ്. ദിനംപ്രതി നമ്മളിനി ഇപ്പൊ എത്ര ദിവസമായി? നമ്മൾ 8 ദിവസം കൊണ്ട് തന്നെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ഇടപെട്ടു. നിങ്ങൾ തന്നെ താൻ ചിന്തിക്കും. ആരുടെയെല്ലാം കാര്യം, ഏതെല്ലാം കാര്യം. 8 ദിവസം ആയുള്ളൂ. ഇനി ബാക്കി കിടക്കുന്നു. എന്നെ ആരും മിണ്ടാട്ടമൊന്നുമില്ലാത്ത. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടെന്ന് എനിക്ക് തോന്നും. നിങ്ങൾ സന്തോഷിച്ചിരുന്നു. സ്തോത്രം. ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെട്ടേക്കരുത്. ദിനംപ്രതി പ്രശ്നമാണ്. അങ്ങനെ ദിനംപ്രതി പ്രശ്നം വഷളായി എന്റെ ശൈലി പറയുകയാണ്.
ഈ സഹോദരിമാരെല്ലാം കൂടെ ഒരു കമ്മിറ്റി കൂടി, LM-ന്റെ ഒരു മീറ്റിംഗ്, അല്ലെ ലേഡീസ് അല്ലെ സോദരി സമാജം, പെണ്ണുങ്ങളെല്ലാം കൂടെ സോദരി സമാജം കൂടി അവരൊരു അതിലൊരു അജണ്ട ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു കമ്മിറ്റി കൂടി ഒരു ബില്ല് പാസ്സാക്കി. എന്നിട്ട് ബില്ലുമായിട്ട് ഒന്നേ പ്രസിഡന്റോ സെക്രട്ടറി അമ്മാമയോ അല്ലെ ട്രഷറർ അമ്മാമയോ ആയിരിക്കാം. അന്ന് ഇതുണ്ടോന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ അവരാ വരാൻ സാധ്യത കൂടുതൽ. അല്ലെ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയൊക്കെയാ പറഞ്ഞത്. കമ്മിറ്റി അംഗങ്ങൾ ഇല്ല, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇല്ല, ഡിസ്ട്രിക്ട് ഓർഗനൈസർ അമ്മാമ. ഡിസ്ട്രിക്ട് ഓർഗനൈസർ ഗവൺമെന്റ് ഒരു ഡിസ്ട്രിക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി പീറ്ററിനെടുക്ക വന്നു. അവര് വന്ന് പറഞ്ഞ്, എന്റെ പത്രോച്ച കുറച്ച് നാളായി ഇവിടെ ഇതിനകത്ത് ഈ കുശുകുശുപ്പും. രണ്ട് വിഷയമാണ് അവിടെ ആശയം വരുന്നത്. മേശയ്ക്ക് രണ്ട് ആശയമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ധനപരമായ കാര്യം, രണ്ട് ഭക്ഷണ വിഷയം, വിളമ്പുന്ന വിഷയത്ത്. എന്തായാലും ചില വേറെ പഠിതാക്കൾ പറയുന്ന ഭക്ഷണ വിഷയമാണ്, അതായിരിക്കും നല്ലത്. അവർ പറഞ്ഞു, ഞങ്ങൾ കുറെ നാളായി ഇത് സഹിച്ച്, ഞങ്ങൾ പിന്നെ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇത് സഹിച്ച് മടുത്തു. ഇന്നലെ രാത്രി ഞങ്ങള് ഒരു കമ്മിറ്റി കൂടി. ഓ, അതും കൂടിയോ? ആ, എന്നിട്ടോ ഒരു ബില്ല് പാസ്സാക്കി. അതെന്തുവാ? അതാ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, ഇപ്പം വിളമ്പുന്നവരാരും വിളമ്പണ്ട. പീറ്റർ ചാൻ നാളെ മുതൽ അങ്ങ് വിളമ്പിയാണ്. ചാനാകുമ്പം കുറച്ചുകൂടെ നോക്കിയും കണ്ടും വിളമ്പും. കാരണം ചാന് അമ്മായിമ്മയൊക്കെ ഉള്ളത് കൊണ്ട് എന്റെ പരുവത്തിന് നിൽക്കാൻ അറിയാം. മറ്റുള്ളവർക്ക് അത്രയും പീറ്റർ ചാൻ അങ്ങ് വിളമ്പിയാണ്. അപ്പൊ പീറ്റർ ചാൻ പറഞ്ഞ്, എന്റെ ശൈലി പറയാ, എന്നാ പാത്രം തവി ഇങ്ങോട്ട് എടുത്തോന്നല്ല പറഞ്ഞത്. പറയാം, വായിച്ചേ. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച്. അപ്പൊ ഈ സ്ത്രീകൾ വന്ന് പറഞ്ഞു, ദിനംപ്രതികളുടെ ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാർ നേരെ പുറപ്പെടുത്തു. അടുത്ത വാക്യമായത്, പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യും. അയ്യോ, ഞങ്ങൾ ബഹുവചനമാ എന്ന് പറഞ്ഞ പീറ്ററും യോഹന്നാനും അപ്പോസ്തലന്മാരെ എല്ലാം കൂടെ ഞങ്ങൾ ബഹുവചനം. ഏതാ അപ്പോസ്തലന്മാരെ? ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല. അതാ അപ്പോസ്തലൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കും, അവര് ശുശ്രൂഷ. ആശയമല്ലേ പറഞ്ഞത്? ദൈവവചന ശുശ്രൂഷ ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് യോഗ്യമല്ല. അത് മേശ എന്നുള്ളത് രണ്ട് ആശയമാ. ഏതാ? ഭക്ഷണോ ധനോ, ഇത് രണ്ടും പ്രശ്നമാ. ഈ രണ്ട് വിഷയത്തിൽ ആരിടപെട്ടോ ഒടുവിൽ അത് കൃത്യമല്ലെങ്കിൽ വിഷയം. മാസയോത്തിന് ഭക്ഷണം ഉണ്ടാക്കിക്കേ. സഹോദരിമാര് അല്ലെ സഹോദരന്മാരും ആരും എന്തേലും അഭിപ്രായം പറയും. ഉപ്പ് കൂടി എന്നാ തോന്നുന്നു. അമ്മാമ്മയ്ക്ക് തോന്നിയോ? എനിക്കോ? പച്ചടിക്ക് കണ്ടമാനം പുളിയാ, തൈര് ഗുണമല്ലെന്നാ തോന്നുന്നു. ഇവളൊരു ഉള്ളി പോലും പൊളിച്ചു കൊടുത്തവളല്ല. ചുമ്മാ എന്നങ്ങ് അഭിപ്രായം പറയുക. ഒറ്റയുടെ പീസ് ചെറുതാന്നാ തോന്നുന്നത്. ഇത്തിരി അഭിപ്രായം ഒന്ന് പറയുക. രണ്ടും പ്രശ്നമാ. ഞാനൊരു കാര്യം പറയാം. ഉദാഹരണമല്ല, ഞാനും ശിവപാസ്റ്റും ദൈവദാസന്മാരും സ്റ്റേജ് ആയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇന്ന് വരെ ചൂടുവെള്ളം തായോന്നോ എന്ത് ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതിനകത്ത് നിറഞ്ഞിരിക്കുക ചൂടുവെള്ളം. സ്തോത്രം. ആന്റിയും ചിന്നമാമയും കൂടെ അടുക്കളയിൽ ക്രമപ്പെടുത്തി എനിക്കൊന്ന് ഇവിടെ കൊണ്ടുവെക്കുന്ന ചിന്നമാമയാണ്. അവർ രണ്ടും കൂടെ ഇന്ന് വരെ ഇച്ചിരി ചൂടുവെള്ളം താന്ന് പറയേണ്ടി വന്നിട്ടില്ല. ഇവിടെ റെഡിയാ. സ്തോത്രം. നമ്മളെല്ലാം തുള്ളിക്കളിച്ച് ചിലപ്പോൾ പോകും. കസാരയെല്ലാം ഇവിടെ തൂക്കുകയും തുടക്കുകയും ചെയ്ത്, അല്ല അതിന്റെ ഓർഡർ. എന്ത് നമ്മുടെ ഒരു വീട് പോലല്ലേ. സ്തോത്രം.
അപ്പൊ ശ്രദ്ധിക്കണം, ഒരു നല്ല കാര്യം ചെയ്ത് അവരെ അഭിനന്ദിക്കുകയും അയ്യോ നന്നായിരിക്കുന്നു, നന്ദിയുള്ളവരായിരിക്കും. പുസ്തകം അങ്ങനെ പഠിപ്പിക്കും, നന്ദിയുള്ള. നമുക്കൊന്നും തിരിച്ചു ചെയ്യാനൊക്കത്തില്ലെങ്കിലും ഒരു വാക്കുകൊണ്ട് നന്ദി പറയരുതോ. അയ്യോ നന്നായിരിക്കുന്നു. നമുക്കൊരു നേരത്തെ ഭക്ഷണം തന്നു, അയ്യോ എനിക്കൊന്നും ചെയ്യാനൊക്കുന്നില്ല, നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മുട്ടായി തന്നു, അയ്യോ അങ്ങനത്തെ മനസ്സ് വേണം. ഞാൻ മുട്ടായി യൂസ് ചെയ്യല. ചിലരുടെ സംസാരം കണ്ടിട്ടില്ലേ? എന്തുവാ ഒരു മുട്ടായി, അതൊന്നും നല്ല മനസ്സല്ല. അവര് സന്തോഷത്തോടൊരു മുട്ടായി തരുമ്പോ നിനക്ക് ഷുഗർ അങ്ങേയറ്റം പറ്റിയെങ്കിൽ അതങ്ങ് മേടിച്ചോ, എന്നിട്ട് അടുത്തേക്ക് എന്റെ കൊച്ചിന് കൊടുക്ക്. നല്ല മനസ്സായിരിക്കും. അതാ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങളെല്ലാരും പ്രശ്നക്കാരാന്നല്ലേ ഈ പറയുന്നത്. നിങ്ങൾ പറയാ ഞങ്ങൾ ഒരു ആശ്വാസത്തിനും സമാധാനത്തിനും ഉപവസിക്കുക, പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടാൻ ചെല്ലുമ്പോ അങ്ങേര് കിട്ടുന്ന സമയം ശിവപാസ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താ നാളെ ഇനി 21 ഉണ്ടെന്നാ പുള്ളി തുടക്കത്തിലേ പറഞ്ഞത്. പുള്ളികളൊക്കെ അതിന്റെ പരുവത്തിന് കണ്ടിന്യൂ ചെയ്തോളും. ഈ ശുശ്രൂഷകൾ എന്തിനാണെന്നറിയാമോ? നമ്മൾ ക്ലിയർ ആകാനാ. നമ്മുടെ അകത്തിരിക്കുന്നതെല്ലാം മാറി മറഞ്ഞിരിക്കുന്നതുമുണ്ട്, വെളിപ്പെട്ടതുമുണ്ട്. അതെല്ലാം ഇതിൽ മാറി ശുദ്ധീകരിക്കപ്പെടണം. മറ്റുള്ളവരൊരു നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. ഒന്ന് കിടക്കാൻ ഇടം തന്നു, നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. ഉമക്കരി ഇച്ചിരി കൊണ്ട് തന്നു, അയ്യോ ആട്ടെ ഈ സമയത്ത് കിട്ടിയത് ഉപകാരം. ഇവിടെ പകലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മണിപ്പാസ്റ്റൊക്കെ വിട്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാം. അവർക്ക് വെള്ളം വേണേ വെള്ളം. അവരോട് പറഞ്ഞേക്കുന്നത് വെളിയിലിറങ്ങരുതെന്നാ ചിന്നമാൻ പറഞ്ഞേക്കുന്നത്. വെളിയിലിറങ്ങിയാൽ അത് നല്ല കാര്യമാണ്. തന്നെയല്ല ഒരാളങ്ങനെ പറയാനും വേണമല്ലോ. അവിടെ ഇരുന്നോണം പ്രാർത്ഥിച്ചോണം, ആവശ്യമുള്ളതെല്ലാം അവിടെ എത്തിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അവർക്ക് വേറെ ഒന്നും വേണ്ട, ഇച്ചിരി വെള്ളം എല്ലാം മതി, പോസിക്കല്ലയോ. നല്ലതല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ളവരായിരിക്കണം. ജീസസ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട് പോലല്ലേ ഈ വീട്. ആമേൻ. എനിക്ക് നമ്മുടെ വീട്ടിൽ ഇത്രയും താല്പര്യമില്ലല്ലോ. ഞാൻ അതിനെ കൂടെ കൂടെ അങ്ങോട്ടൊന്ന് ചെല്ലും, വിവരങ്ങൾ വന്നറിയും. ചിലപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാനും ഇച്ചിരി വെള്ളം മേടിക്കാൻ കൂടെ കൂടെ. നിങ്ങളും കാണുന്നുണ്ട്, കൂടെ കൂടെ നമ്മുടെ വീട്ടിൽ കൂടെ എന്നെ കൂടെ കുടിഞ്ഞോട്ട് കയറിക്കൊണ്ട് വരുന്നുണ്ട്. അവിടെ പോയിരിക്കും. അല്ല, ഞാൻ നമ്മുടെ വീട്ടിൽ പോലും ചിലപ്പോൾ നമുക്ക് അത്ര, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. അതിനെ ചിന്നമാമ എവിടെ ഇരുന്ന് പറയാതെ അങ്ങനെ പറഞ്ഞു വന്നോ? അങ്ങനൊന്നും പറഞ്ഞില്ല, ഞാനങ്ങ് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനേക്കാൾ സ്വാതന്ത്ര്യമാണ്. നന്ദിയുള്ളവരായിരിക്കണം. അത് പറയാനായി പറഞ്ഞത്. സ്തോത്രം. കൂടെ കൂടെ കാപ്പി തരിക. നമ്മുടെ വീട്ടിൽ കൂടെ കൂടെ കാപ്പി ചോദിച്ചാലോ? അതിനെ ഇന്ന് ഇത്ര നാടി പുകച്ചില് മുമ്പേ ഇച്ചിരി കുടിച്ചല്ലേ മതി, അത്രയും കുടിച്ചാൽ മതി, ഷുഗർ ഒക്കെയാ. ഇത് ഇടാനും കഴിയത്തില്ല, തരാനും അതിനാ നമ്മളെ കനപ്പിക്ക. ഷുഗറാ ഇതിന്റെ എല്ലാം ഇൻസുലിൻ ഇരിപ്പുണ്ടാവും. നന്ദിയുള്ളവരായിരിക്കണം. ഞാന് എന്റെ ചെറിയ അനുഭവം പറയാം, നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. ഈ സഹോദരൻ പറയാം, യാത്ര പോകുമ്പോൾ ഞാൻ പറയാം ഈ വീട്ടിലൊന്ന് കയറണം, ഇവിടെ ഒരു അമ്മയുണ്ട്, കണ്ടേച്ച് പോകണം. കയറി കാണും. കാരണം പണ്ട് ഈ അമ്മ എനിക്ക് ഭക്ഷണം തന്നതാ. എനിക്ക് പൈസ ഒന്നും കൊടുക്കാൻ ഇല്ല, വസ്ത്രം മേടിച്ചു കൊടുക്കാനുമുള്ള പരുവം ചിലപ്പോ ഇല്ല. നല്ല അമ്മയൊന്ന് കണ്ട് 2 മിനിറ്റ് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോരുണ്ടാവും. ഇവിടെ ഒരു അപ്പച്ചനുണ്ട്, ഞാൻ പറയും അമ്മക്ക് അവിടെ പോകണം, ഒരു രോഗിയുണ്ട്, പോണം. കാരണം ഇവരൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടിന്റെ സമയത്ത് നമുക്ക് നന്മ ചെയ്തവരാ. മറക്കരുത്, മറക്കരുത്. ഇപ്പോഴാണ് നമ്മളിങ്ങനെ ആള് കളിച്ച് സ്റ്റേജിൽ ഇങ്ങനെ പിന്നെ വെള്ള കസാരയില് വെള്ളജിപ്പായൊക്കെ ഇട്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നത് ഞാൻ മേളിൽ നിന്ന് ഇങ്ങനെ തന്നെ വീണെന്നാണോ? പുള്ളി ഇങ്ങനെ തന്നെ മേളി ഇരിക്കായിരുന്നു, പൊത്തോ നീ കസാരയിലോട്ട് വന്ന് രക്ഷിക്കപ്പെട്ട് വന്ന സമയത്തൊക്കെ വീട്ടിൽ ഭക്ഷണം ഉണ്ട്, എന്നാലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടെ വന്ന ആളാണ് ഞാൻ. അതെ, ഒത്തിരി. അതുകൊണ്ട് എനിക്കറിയാം
ഞാൻ ഇന്നലെയും ഒരു ആളോട് പറഞ്ഞു, ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ വന്ന ആളാ ഞാൻ. ഞങ്ങൾക്കൊരു വീട് ഒന്നുമില്ലായിരുന്നു. അമ്മയുടെ ബന്ധുക്ക വീട്ടിലൊക്കെ അനേക സ്ഥലങ്ങളിൽ താമസിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞ് ആകെ ഉണ്ടായിരുന്ന ഒരു ചാക്ക്, ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ഒരു ചാക്ക് പാത്രം, അത് എൻ്റെ തലയില. വീട് മാറുമ്പോഴേ ഞാനതെടുക്കുന്നത്. എനിക്ക് ഇച്ചിരി സാമർത്ഥ്യം ഉള്ളതുകൊണ്ട്. മൂത്ത പെങ്ങളുണ്ട്, ഇളയ അനിയനുണ്ട്, അവൻ കുഞ്ഞാ, അമ്മയെ ഒക്കത്ത് വെക്കും. പുസ്തകവും മറ്റു കാര്യങ്ങളിലും പെങ്ങളും എടുക്കും. മൂത്ത പെങ്ങൾ, ഇളയ പെങ്ങളന്ന് ജനിച്ചിട്ടില്ല. ഒരു ചാക്ക് പാത്രം അത് എടുത്തോണ്ട് പോവും. എത്ര വീട്. എന്നാലും ഞാൻ എണ്ണി ഇത്ര വീട്ടിൽ താമസിച്ചു വീടില്ലാതെ. പിന്നെ ഞങ്ങൾ കാവാലത്ത് പിന്നെ ചെന്ന് ഒരു ചെറിയ ഓലപ്പര ഒക്കെ ഉണ്ടാക്കി വെള്ളം പൊങ്ങുമ്പോൾ അതിനകത്ത് മുഴുവൻ വെള്ളമാണ്, എപ്പോഴും വെള്ളമാണ്. പിന്നെ തട്ടിട്ട് കുറ്റിയെടുപ്പ് കണ്ടിട്ടുണ്ടോ? അറക്കപ്പൊടി നടക്കുന്നതാ, ഉമയും നിറയ്ക്കും. നടുക്കൊരു കമ്പ് നിർത്തിയേച്ച് ഇങ്ങനെ ഇടിച്ചേച്ച് കുത്തി നിറയ്ക്കും. അടിയിലൊരു കമ്പ് വെക്കും, മേളിൽ നിന്നൊരു കമ്പ് ഇറക്കും. ഈ കമ്പ് തമ്മിൽ മുട്ടി നിൽക്കും. എന്നുവെച്ചാൽ ഇതിലായിട്ട് ഇടിച്ച് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താ. കുറ്റിയെടുപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഞാനിതൊക്കെ നിറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ തന്തൂരി മാത്രമല്ല. എന്തോ മറ്റേ നമ്മൾ മേടിക്കുന്നതിന്റെ അൽഫ നിറക്കിയല്ലായിരുന്നു. അൽഫായി ഒമേഗായി ഒന്നുമല്ല. സ്തോത്രം. ഒത്തിരി ബുദ്ധിമുട്ട് കൂടെ വളർന്നു വന്നതാ ഞാൻ. ഞങ്ങളുടെ അമ്മ കൈ കിട്ടുന്നിടത്ത് അടിക്കും. എത്ര അടിമേടിച്ച, ഞാൻ അടിമേടിച്ചതുപോലെ ലോകത്തിലല്ല, ഇത്ര വേണ്ട, ഞങ്ങളുടെ ആ ഏരിയയിൽ. ആ കാലത്ത് മൊത്തം പറയാനൊക്കത്തില്ല, ഞങ്ങളുടെ ആ ഏരിയയിൽ കൂടുതൽ അടിമേടിച്ചേക്കുന്ന ജോഷി ഞാനുമാ. ജോഷിയുടെ അവനെ ഫാദറും അവനെ തല്ലുമായിരുന്നു. ഞങ്ങളുടെ അച്ചാച്ചൻ തല്ലത്തില്ല, അമ്മ അച്ചാച്ചൻ തല്ലിയിട്ടുണ്ട്. എപ്പോഴും തല്ലുന്നത് അമ്മയാ. കുശൃതി ഉണ്ടെന്ന് വെച്ചോ. പിന്നെ അമ്മ പിന്നെ തല്ലുന്നെന്ന് പറഞ്ഞാൽ കിട്ടുന്നിടത്തിട്ട് അടിക്കുക. ചെവിക്കല്ലാന്നേ ചെവിക്കല്ല്, വടലിയാന്നേ വടലി, അതൊക്കെ അടിക്കും. അമ്മയ്ക്ക് നീളക്കുറവന്നില്ല എത്തി അടിക്കും, ഓടിച്ചിട്ടടിക്കും. ഒരിക്കലും എന്നെ ഓടിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ ഇഷ്ടേക്ക് എറിഞ്ഞു. പക്ഷെ എനിക്കതെല്ലാം ഗുണമായി. എനിക്കതെല്ലാം അന്ന് അമ്മയോടൊരു ചെറിയ വൈരാഗ്യം പോലൊക്കെ തോന്നി, ഇത് തള്ള തന്നെയാണോ? പക്ഷെ ഇന്ന് ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. കുറച്ചുകൂടെ ആഴത്തിൽ എറിയണമായിരുന്ന ഇപ്പോഴത്തെ എന്റെ വാദം. എനിക്ക് വളർത്തണം. ശിക്ഷിച്ച് വളർത്തിയാലെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും വരികയില്ല. സ്തോത്രം. അങ്ങനെ വളർന്നത്. ജോലി ചെയ്യണം, നന്നായിട്ട് ജോലി ചെയ്യണം. അന്ന് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് നടന്നു വേണം ആറ്റിൽ. അന്നൊക്കെ ആറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത്. ഇപ്പോഴത്തെ റോഡും സൗകര്യവും ഇല്ല, നടന്നു വേണം ചെന്ന്. അന്ന് ആറ്റിലെ വെള്ളം എല്ലാവരും കുടിക്കുന്നത്. എനിക്ക് അല്പം ഒരു സാമർഥ്യം തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു കലവും ഒരു കുടവും കൂടെ കൊണ്ടുപോകും. അന്നൊക്കെ 7ാം ക്ലാസ്സിലും 8ലും ഒക്കെയാ പഠിക്കുന്നത്. വലിയൊരു കലവും ഒരു കുടവും കൂടെ കൊണ്ടുപോയി വെള്ളം കോരാൻ പല പിള്ളേർ വരും, ആൾക്കാർ പ്രായമുള്ളവരും. അപ്പൊ കലത്തിനകത്തോട്ട് വെള്ളം നിറച്ചിട്ട് ആദ്യം കലമെടുത്ത് തലയിൽ വെക്കും, അത് കുടത്തിൽ. കാരണം പാത്രത്തിലില്ല നിറക്കണ്ടേ. ഒരു കലവും അതിന് മേളിൽ കുടവും കൂടെ വെച്ചാ വെള്ളം കോരുന്നത്. അതിന് വെള്ളം കോരിക്കൊണ്ടിരുമ്പോൾ ഞങ്ങളുടെ ഉപ്പാപ്പന്റെ വീട് വല്യമ്മച്ചി, എന്റെ വല്യമ്മച്ചി ഉണ്ട്. വല്യമ്മച്ചി സങ്കടത്തെ, എന്റെ പൊന്നുമോനെ ഒരു കുടത്തിൽ കോരിയാ പോരെ. ഞാനത് പറയും, അങ്ങനല്ല, എനിക്ക് വെള്ളം ഒത്തിരി വേണം. ഇപ്പോഴാ ഇങ്ങനെ തിരിക്കുമ്പം വെള്ളം വരുന്നത്. ഇങ്ങനെ വെച്ചപ്പം പൈപ്പിൽ നിന്ന് വെള്ളം വന്ന് ഇങ്ങനെ വെച്ചപ്പോൾ അത് അടഞ്ഞു. വെള്ളം കോരി എന്റെ ഊപ്പാട് വന്നതാ ഈ തല. എനിക്കിതൊന്നും പറയുന്നതിന് ലജ്ജയൊന്നുമില്ല. സ്തോത്രം. എനിക്ക് ഒരു ലജ്ജയില്ല. എന്റെ അപ്പന് കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലിയാ, സപ്ലയറായിട്ട്. യൂണിയനാ, തുച്ഛമായ. അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട അപ്പനാ. ഞങ്ങൾ 4 മക്കളാ, വല്യമ്മച്ചിയൊക്കെ ഉണ്ട്. ചെലവ് കഴിയണ്ടേ, ബുദ്ധിമുട്ടി വളർന്നതാ. നല്ല വസ്ത്രമൊന്നും അധികമില്ല. ഇല്ലെന്ന് ഒത്തിരി കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതൊക്കെ പറയുന്നത് വലിയ ഇഷ്ടവുമാണ്. അനുഭവിച്ചല്ലേ.
സ്തോത്രം. Praise the Lord. ഇപ്പോൾ ഓർക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഞാൻ അങ്ങ് തുറന്ന് പറയാ, എനിക്ക് ലജ്ജയൊന്നുമില്ല. അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ പാ നെയ്യുമായിരുന്നു. പാ നെയ്യാനറിയാം. ചിക്കുപായും കിടക്കപ്പായും എല്ലാം നെയ്യാനറിയാം. ചിലപ്പോൾ അത് ചാനാശ്ശേരി ചന്തയെ കൊണ്ടുവന്ന് വിൽക്കും. ഞാൻ എന്നാലാവും ഏത് ജോലിയും ചെയ്യും, എനിക്കിഷ്ടമാണ്. ഇത് സ്ത്രീകൾ ചെയ്യുന്നതാ, ഇത് പുരുഷന്മാരുടെ ജോലിയാണ്, ഇത് യൗവനക്കാരാണ് ഇത് ചെയ്യുന്നത്, ഇത് പിന്നെ വിദ്യാഭ്യാസമുള്ളവർ ചെയ്യുന്ന ജോലി. പിന്നെ ഇവിടെ വീട്ടിൽ ചിലരെ കണ്ടിട്ടില്ലേ, ഒരു ജോലിയും ചെയ്യത്തില്ല. ചായ, ട്രെയിനെ പറയില്ല ചായ. ആന്ധ്രാക്ക് പോകുമ്പോ കേട്ടിട്ടില്ലേ ചായ. കോളർ ഓടത്തില്ല. അവൻ ഗൾഫിൽ പോയി 5:30 അവൻ ഭാഗ്യമായിട്ട് അവിടെ നോക്കി നിൽക്കുക. വണ്ടി വരുന്നത് കമ്പനിയുടെ. 8:30 ഇവിടെ എഴുന്നേക്കാത്ത ജോർജ് കുട്ടിയാ 5:30 കമ്പനി വേണ്ടിയാണ്. ആ ഗൾഫിൽ ആരും കാണുന്നില്ലല്ലോ. നമ്മുടെ വീടല്ലേ, നന്നായി പോകണ്ടേ. ഞാനിപ്പോഴും താമസിക്കുന്ന ഇവിടെ ഞാൻ മിറ്റമൊക്കെ തൂക്കും. ഇപ്പൊ യുവാസ പ്രാർത്ഥന ഉണ്ട്, മിറ്റം തൂക്കും, റോഡ് മുഴുവൻ ഞാൻ തൂക്കും. ഇപ്പോഴും അതിലേക്ക് പോകുന്നൊരു ചിലപ്പം നോക്കും. എനിക്കെന്നെ റോഡ് തൂത്തുന്നോർത്ത് എന്റെ കൃപ പോവോ? അയ്യോ, ഇന്നലെ റോഡ് തൂത്തത്, അതിന്റെ കൃപ അങ്ങ് പോയി. നമ്മൾ താമസിക്കുന്ന വീടും പരിസരമല്ലേ. ശരി, ബുദ്ധിമുട്ടിക്കൂടെ വളർന്നതാ ഞാൻ. കഷ്ടതയും നിങ്ങളും അതൊക്കെ പോലെ തന്നെ പലരും. അതുകൊണ്ട് ബുദ്ധിമുട്ടും കഷ്ടതയൊക്കെ പറയുമ്പോൾ മനസ്സിലാകും, ഏറെക്കുറെ. സ്തോത്രം, സ്തോത്രം, മനസ്സിലാകും. ഹല്ലേലൂയ. നല്ല വസ്ത്രം ധരിച്ചത് പെന്തിക്കോസി വന്നേ പിന്നെ. അതെ, നല്ല ഭക്ഷണം കഴിച്ചത് പെന്തിക്കോസി വന്നേ പിന്നെ. അതെ, നല്ല ആൾക്കാരുമായിട്ട് ഇടപെട്ടതും പെന്തിക്കോസി വന്നേ പിന്നെ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പെന്തിക്കോസുകാരനാന്ന് പറയുന്നതിൽ അഭിമാനിക്കും. ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. ആ, എനിക്ക് ഒരു ലജ്ജയില്ല. പെന്തിക്കോസാണ് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്ന ആളാ. ഇതിനകത്ത് വന്നതാ ഭാഗ്യം. ആമേൻ, സ്തോത്രം. ഈ മാർഗത്ത് വന്നതാ ഭാഗ്യം. ഹല്ലേലൂയ. പിള്ളേരെല്ലാം സ്കൂളിൽ ഇനി തുറക്കുമ്പോ പെന്തിക്കോസുകാരനാന്ന് പറഞ്ഞോണം കേട്ടോ. ആ, ഇന്നലെ നമ്മുടെ കാലേബ് അങ്ങോട്ട് ചെന്നപ്പം കടയിൽ കയറി അവര് പാല് മേടിച്ചു. നമ്മളോടല്ലോ, പാല് മേടിച്ചു. പാല് മേടിച്ചപ്പം അവിടെ നിന്നവൻ ചോദിച്ചു, എന്നാ ഓണമായതുകൊണ്ടാണോ എന്ന്. 4 കവർ മേടിച്ചു. ഉണ്ണി അവൻ ഉടനെ പറയാ, ഞങ്ങൾ പെന്തിക്കോസുകാരാന്ന്. സ്തോത്രം. ആ